പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് എന്തോ ലാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അതിലൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ അനീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അനാമികനെ വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന്. അപ്പോൾ ഇല്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് അനിയനോടാണെങ്കിലും ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ അവളെ ഒന്നും വിളിക്കാത്തത്? നിനക്ക് എന്താ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ? നിനക്ക് അല്ലെങ്കിലും ഈ കല്യാണം മുടങ്ങി പോണേന്നുള്ള പ്രാർത്ഥനയല്ലേ? നീ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയട്ടെ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നേരത്തെ ഇതുപോലെയൊക്കെ സംസാരിച്ചല്ലോ. പിന്നീട് നന്ദുവും അനാമികയും തമ്മിൽ വിളിച്ചത് എന്തിനാന്നുള്ള ഒരു സംശയം കൂടെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയും, അത് ഇനിയിപ്പോൾ നന്ദുവിനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ചിലപ്പോൾ നന്ദുവിൻ്റെ കാര്യമായിട്ട് തന്നെ അറിയാലോ, അവളിങ്ങനെ ഒരുമിച്ച് 4-5 പേരൊക്കെ അടിച്ചിടുന്നതാണ്. ഇനിയിപ്പോൾ അവൾ വല്ല പ്രശ്നത്തിലും അനാമിക വല്ല പ്രശ്നത്തിലും ചെന്ന് പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ നന്ദുവിനെ സഹായത്തിന് വിളിച്ചാണോന്നും അറിയില്ലല്ലോ എന്ന് പറയട്ടോ. അവളെന്തായാലും തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറയാണ്. പിന്നീട് എസ് ഐ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. CM ഇതിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാമെന്നൊക്കെ പറയാനുണ്ടോ. പിന്നീട് ആദർശിനോട് അനാമിക അങ്ങോട്ട് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലയെന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നീട് അനിയനോടാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലും കല്യാണത്തിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദർശ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പെൺകുട്ടീനെ പോലും കാണാതെയല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ട് നന്നായിട്ട് ജീവിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു, എന്തോ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഒത്തുപോകുന്നു തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ആദർശ് അത് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ കല്യാണം കഴിക്കാതെ ആൾ മാറിപ്പോയതുകൊണ്ട് ഏട്ടന് കിട്ടിയ ഭാഗ്യമാണെന്നേ പറയുള്ളൂ. ഏട്ടത്തി എന്താ നല്ല മിടുക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനോട് പറയാണ് കേട്ടോ. അങ്ങനെ വല്യമ്മയുടെ മുന്നിൽ ഏട്ടനത് സമ്മതിക്കുക ചിലപ്പോൾ മടി കാണും, അല്ലാത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ ഏട്ടത്തി നല്ല മിടുക്കി തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് കിട്ടിയ ഭാഗ്യമാണ് ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയും, ഞാനിപ്പോൾ അവളെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ട്, പഴയ പോലെ ഇങ്ങനെ ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളെ സ്നേഹിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഇങ്ങനെ ഈ വീട്ടിലെ എല്ലാവരും അംഗീകരിച്ച ബന്ധമാണ് നിൻ്റെ അനാമികയുടെ, അതുകൊണ്ട് അതിനുള്ള സ്നേഹം പരിഗണനയൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതിൽ നീ ഭാഗ്യവാനാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അനിയാണെങ്കിലും ഇങ്ങനെ വലിയ താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിലും. അപ്പോൾ അനിയാണെങ്കിലും മനസ്സിലിങ്ങനെ ഓർക്കുന്നത്, എന്താ എനിക്കിങ്ങനെ അനാമികനെ കാണാനില്ലാത്തതുകൊണ്ട് വലിയ ആകാംക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ താല്പര്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് അനി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അനിയനോടാണെങ്കിലും ആദർശ് ഇങ്ങനെ അനാമികനെ ഒന്നുകൂടെ വിളിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അനിയാണെങ്കിലും ഇങ്ങനെ അവളങ്ങനെ കാണാത്തതിൽ വലിയ സങ്കടമൊന്നും ഇല്ലാത്ത അതിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് ജാനകിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ, അങ്ങനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അനാമികേൻ്റെ കുറിച്ചൊരു വിവരം കിട്ടാത്തതുകൊണ്ട് തന്നെ. പിന്നീട് ജലജയും ദേവയാനിയും കൂടെ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ജാനകി കേൾക്കുന്നത്? ഇങ്ങനെ കല്യാണം അടുപ്പിച്ച് വരുംതോറും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണല്ലോ കണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അല്ലെങ്കിൽ ആ നന്ദുവിനെയാണ് അനാമിക മോള് അവസാനമായിട്ട് വിളിച്ചത്, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാനകിക്കാണെങ്കിലും ഒന്നും പറയാനും പറ്റുന്നില്ല. ഈ സമയത്ത് കനക ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം എങ്ങനെയും മുടങ്ങി പോയാൽ മതി എന്നാണ് കേട്ടോ ജലജയുടെ മനസ്സിലും. എന്നിട്ട് പിന്നീട് കനക അവിടെ നിൽക്കുന്ന കാണുമ്പോൾ അവൾ ഒളിച്ചു നിന്നെല്ലാം കേൾക്കുകയാണെന്നൊക്കെ പറയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കനക അവിടേക്ക് വരും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒളിച്ചു നിന്ന് കേൾക്കുമെന്നല്ല, ഞാനിവിടെ എല്ലാവരും കാണാത്തന്നെയാണ് നിന്ന് വെറുതെ ഓരോന്ന് പറയണ്ട എന്നുള്ളതിലൊക്കെ പറയാനുണ്ട്. പിന്നീട് കനകേനെയൊക്കെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളറിയാതെ, ഇവളുടെ മക്കളും ചേർന്ന് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നന്ദുവിനെ എന്തിനാണ് അവൾ വിളിച്ചത്? ഇനിയിപ്പോൾ ഇവളുടെ മക്കളുടെ മുകളിൽ ആരും വരുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അനാമിക മോൾ തന്നെയാണ് ഇവിടുത്തെ മരുമകളായിട്ട് വരേണ്ടതെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ, നീ അത്രയ്ക്ക് നല്ലവളൊന്നുമല്ല, നീ നിൻ്റെ മക്കളും എന്നൊക്കെ ദേവയാനിയും പറയാണ് കേട്ടോ. പിന്നീട് എന്തായാലും ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ജലജ. അപ്പോൾ ദേവയാനി അതൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ കല്യാണം മുടക്കാൻ ആരും നോക്കണ്ട, അതെന്തായാലും നടക്കില്ല എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് കനകി അങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ജാനകി അവിടെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കനകയോട് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇപ്പോൾ ഒന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. പിന്നീട് ഇങ്ങനെ നന്ദു എന്തിനാ അനാമികേനെ വിളിച്ചത്, ഇങ്ങനെ നന്ദു ആണ് അനാമികേനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കാര്യത്തിലൊക്കെയാണ് കേട്ടോ ജാനകിക്ക് സംശയമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ നന്ദൂട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നന്ദുവിനെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ അനാമികേനെ താല്പര്യമില്ലാത്ത പോലെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ജാനകി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോനെ ഇതുവരെ ആരെയും സ്നേഹിച്ചില്ല, നിങ്ങളെ മകളെ കാണുന്നവരെ, നിങ്ങളെ മകളാണ് ഇതിനൊക്കെ കാരണം, അതുകൊണ്ടാണ് അനാമികേനെ അവന് ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റാത്തത്. അല്ലെങ്കിലും എൻ്റെ മോനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വലിയ ഉഷാറും സന്തോഷമൊന്നും ഇല്ലാതൊക്കെയാണ് നടക്കുന്നത്, അതിന് ഒറ്റയൊരുത്തി നിങ്ങളുടെ മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കനകേനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു അനിയും നന്ദും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും നയനയും നവ്യൊക്കെ അവളെ തിരുത്താൻ മാത്രമേ ഇങ്ങനെ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. എന്തായാലും നയനമോൾ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അവൾ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ആ സമയത്താണെങ്കിലും ജാനകി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി അനാമിക മോളെയും കൊണ്ട് വരട്ടെ, അതിനുശേഷം എനിക്ക് നിങ്ങളോട് രണ്ട് വർത്താനം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ് കേട്ടോ. ജാനകിയാണെങ്കിലും ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുറ്റം ഇനിയിപ്പോൾ നയനയുടെയും നന്ദുവിൻ്റെയും ഒക്കെ പേരിലേക്കായിരിക്കും ഇടാൻ പോകുന്നതെന്ന് കനകയ്ക്ക് നല്ലോണം അറിയാലോ, അനാമികനെ കണ്ടുകിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നയനി അതുപോലെ തന്നെ നന്ദും കൂടെ അനാമികയുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നന്ദു അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ CCTVൻ്റെ അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കാം, അവിടെ CCTV ഉണ്ട്, അവിടെ ചെന്ന് ചോദിക്കാം നമുക്ക് ചേച്ചിന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില വീട്ടുകാരെ നമുക്ക് ഒന്നിനും സമ്മതിക്കൊന്നുമില്ല, എന്തായാലും നമുക്ക് അവിടെ പോയി ചോദിക്കാമെന്നൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്നുള്ള രീതിയിലേക്കാണ് കേട്ടോ സംസാരിക്കുന്നത്. അല്ലെങ്കിലും അവളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ എവിടെ പോകാനോ എന്തെങ്കിലുമൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും, എന്തായാലും നമുക്ക് അവിടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അനാമികയുടെ ഫോണ് കാറിൻ്റെ ഉള്ളിൽ നന്ദു കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവളുടെ ഫോണ് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്ന് പറയട്ടോ. അത് തന്നെയാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത, വിളിക്കുമ്പോഴൊക്കെ റിങ് ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് അവിടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഒരു ചേച്ചി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരു സഹായം വേണമെന്ന് പറയട്ടെ. അപ്പോൾ എന്ത് സഹായം വേണ്ടതെന്നൊക്കെ ചേച്ചിയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അനിയത്തിനെ ഇങ്ങനെ കാണാനില്ല, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കാണാനില്ലാതായത്, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇവിടുത്തെ ക്യാമറയിൽ ഉണ്ടെങ്കിലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയട്ടെ. പിന്നീട് നയനേനെ കണ്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ എവിടുന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനന്തപുരിയിലെ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. ഇതെൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയാതാണ് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ, ഇടയ്ക്ക് മോളിങ്ങനെ ന്യൂസിലൊക്കെ വന്നിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ച് പിന്നെ എന്തായാലും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ അവർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ അനാമികയെ തട്ടിക്കൊണ്ടുപോയവരുടെ ഇങ്ങനെ കാറിൻ്റെ നമ്പറും ഒക്കെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ ചേച്ചിനോട് എന്തായാലും പറയുന്നുണ്ടായിരുന്നു കാറിൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിക്കോളാം, എന്തായാലും നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അനിയത്തിനെ കിട്ടിക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ കാർ എടുക്കാൻ വരുമ്പോൾ എന്തായാലും ഇവിടെയും കൂടെ കയറണം എന്നൊക്കെ ഇങ്ങനെ ചേച്ചിയാണെങ്കിലും അനാമിക നയനയോടും നന്ദനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ആ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ആ വണ്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പലരോടും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. പിന്നീട് ജയനും അതുപോലെ തന്നെ ആദർശവും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജയൻ ഇങ്ങനെ ജയനാണെങ്കിലും ഓരോ സംശയങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വേട്ടത്തി ഇങ്ങനെ ഇവിടെ ഇടയ്ക്ക് പറയുമല്ലോ, അങ്ങനെ ഇനി വരാൻ പോകുന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ എന്നൊക്കെ, അതന്നെ ഈ വീട്ടിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയല്ലേ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ജയൻ പറയുന്നുണ്ടായിരുന്നു നയനമോളുടെ സ്വഭാവം അറിയാലോ, അല്ലെങ്കിലും മോള് ഇവിടെ ഒരു ഇങ്ങനെ വേലക്കാരിനെ പോലെയല്ലേ കഴിയുന്നത്, അങ്ങനെ ദേവയാനിയുടെ ഇത് മനസ്സിലിരിപ്പ് അവൾക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നയനമോള് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അനാമിക അവിടുത്തെ ഒറ്റ മോളല്ലേ, അതുകൊണ്ട് ഇങ്ങനെ അടുക്കള ജോലിയൊന്നും അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ട് അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അനി അതിൽ വരുന്ന സമയത്താണെങ്കിലും എനിക്കിങ്ങനെ അനാമികനെ കാണാൻ അങ്ങോട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയും ഇനിയിപ്പോൾ അനാമികയ്ക്ക് വേറെ വല്ല സ്നേഹമുണ്ടോ, ആരോടെങ്കിലും പ്രണയം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ അനാമികയോട് ഇവന് സ്നേഹമില്ലെങ്കിലും അനാമികയ്ക്ക് തിരിച്ച് ഇങ്ങനെ വലിയ സ്നേഹം തന്നെയാണ്, അവർക്ക് ഇങ്ങനെ ഈ വീട്ടിലേക്ക് അനന്തപുരിയിലേക്ക് വരാൻ വേണ്ടി അവരാണല്ലോ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയൊന്നും സംശയിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ചത് മുതൽ ഇങ്ങനെ ഓരോ തടസ്സങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അജയനാണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ജാനകിക്കാണെങ്കിലും ഇങ്ങനെ അനാമികനോട് വലിയ സ്നേഹമാണ്, ഇനിയിപ്പോൾ അവളില്ലാതെ വേറൊരു മരുമകളെ ഇവിടേക്ക് വരില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അനിയനോടാണെങ്കിലും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും ആദർശ് ഇങ്ങനെ എനിക്ക് വലിയ താല്പര്യമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ പറയുന്നത് വലിയ ഇഷ്ടമാവുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും തിരിച്ച്. പിന്നീട് അതുപോലെ തന്നെ നയനയും നന്ദും കൂടെ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടി കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അത് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോഴാണ് അവരുടെ മുന്നിലൂടെ ആ കാറങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ നന്ദു അത് കാണുന്നുണ്ടായിരുന്നു.
അപ്പോൾ പെട്ടെന്ന് തന്നെ നൈന പറയും വണ്ടിയുടെ പിറകെ പോകാനായിട്ട് കേട്ടോ. പിന്നീട് എന്തായാലും അവരിങ്ങനെ വണ്ടിയുടെ പിറകെ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നീ വിട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ നൈനയും പെട്ടെന്ന് വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ ആ വണ്ടിയുടെ പിറകെ തന്നെ പോവാണ്. ഈ സമയത്ത് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മ വന്നിട്ട് ഇങ്ങനെ അച്ഛനോടാണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇനിയിപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെ കുറച്ച് പണമെങ്കിലും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് മോള് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ അനാമികയുടെ അച്ഛനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട്. നിന്റെ മുന്നിൽ നിന്നല്ലേ ഞാൻ 4-5 ആളുകളെ വിളിച്ചത്, എങ്ങനെ എന്നിട്ട് അവരൊന്നും ഇല്ല എന്നല്ലേ പറയുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അനാമികയുടെ അമ്മയാണെങ്കിലും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, മൊത്തത്തിൽ അങ്ങ് മുങ്ങി താഴെയല്ലേ, ഇനിയിപ്പോൾ എവിടുന്നും പണം കിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ അനാമികയുടെ കല്യാണത്തിന് ഇങ്ങനെ സ്വർണ്ണം വാങ്ങാൻ വെച്ചിരുന്ന പൈസ എടുത്തിട്ട് ഇങ്ങനെ ഉപേന്ദ്രന് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കല്യാണത്തിന് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ നമുക്ക് കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ട് ബാക്കി നമുക്ക് മായം കലർത്തിയ സ്വർണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സ്വർണ്ണത്തിൽ മുങ്ങി കളിക്കുന്നവരുടെ അടുത്തേക്കാണ് പോകുന്നത്, അപ്പോൾ അവർ ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊക്കെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ പെണ്ണുണ്ടെങ്കിലല്ലേ സ്വർണ്ണം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എന്തായാലും മോളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക, ഇനിയിപ്പം പോയ പോലെ മോള് തിരിച്ചു വരുമെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ ഉപേന്ദ്രനാണെങ്കിലും കണ്ണുചോരില്ലാത്ത ആളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അനാമികയുടെ അച്ഛനാണെങ്കിലും. ഇനിയിപ്പോൾ പെണ്ണുണ്ടെങ്കിലല്ലേ കല്യാണം നടക്കുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നടത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാളും വലിയ പ്രശ്നമാവില്ലേ, ആദർശാണെങ്കിലും എസ്ഐനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ തിരിച്ചറിയാതിരിക്കില്ല എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമികയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുക, ഇനിയിപ്പോൾ അനന്തപുരിയിലേക്ക് കയറാൻ സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു ഞാൻ, ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് തോന്നുന്നതെന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.